ഞാൻ ഇങ്ങനെ കിടന്നാ പോരാ. നീ ഒത്തിരി നാണം കെട്ടിട്ടില്ലേ അമ്മേ? ഈ പുസ്തകം എടുത്ത് നടക്കുന്നതിന്റെ പേര്, ഈ പ്രാർത്ഥിക്കുന്നതിന്റെ പേര്, ഈ കൊന്ത വെല്ലുന്നതിന്റെ പേര്, ഈ വീട്ടിൽ അമ്മയ്ക്ക് സർവ്വസമയം പ്രാർത്ഥനയേ ഉള്ളൂ എന്ന് നിന്റെ മക്കൾ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ? ആ മക്കളെ കൊണ്ട് നിന്റെ ദൈവം പറയിക്കുക, എന്റെ അമ്മ മുട്ടുകുത്തി എന്റെ മിച്ചമേ ഈ വീട്ടിലുള്ളൂ എന്ന് പറയിപ്പിക്കും ദൈവം. പറയിപ്പിക്കണം. മനസ്സിലായോ? ദൈവമേ, അതാണ് ഡീൽ. ഞങ്ങൾ നിന്റെ കൂടാണ്. പക്ഷേ ദൈവത്തിന്റെ കൂടെ ഇറങ്ങിയത് മനസ്സിലായി. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ സ്നേഹിതനായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, 40 വയസ്സ് കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോ, ഉള്ള ജോലി കളഞ്ഞിട്ട് ഇറങ്ങുമ്പോ 40 വയസ്സ് കഴിഞ്ഞിട്ട് നിന്റെ ഈ ആവേശം തീരുന്നു. 40. അപ്പോ എനിക്ക് പറയാനെടുത്തുള്ളൂ, 40 കഴിഞ്ഞു, ആവേശം കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാല് മനസ്സിലായോ? അതായത് കാരണം എന്തെന്നറിയോ? അതിന് കാരണമുണ്ട്. കാരണം എനിക്ക് ഈ കച്ചവടത്തിൽ എനിക്ക് ലാഭമേ ഉള്ളൂ. അതാണ് കാരണം. ഈ കച്ചവടത്തിൽ എനിക്ക് ലാഭമേ ഉള്ളൂ. അതുകൊണ്ടാണ് മനസ്സിലായത്. നഷ്ടം ഒന്നും വന്നിട്ടില്ല, ലാഭമേ ഉള്ളൂ.